പ്രിയ ഭാരതപുത്രന്മാരെ, ആദ്യം ഈ ഒരു വീഡിയോ കാണുക. मेरा मुकदमा यहाँ नहीं लिखा जा रहा है, पूरा धारा पिट चुका है। कल चौकी इंचार्ज मुन्ना लाल को मैंने खुद देखा है डीलिंग करते हुए हंसखेड़ा पुलिस चौकी में। मेरे विपक्षी गणों के साथ 2.5 घंटे वार्ता करने के बाद, पैसा लेने के बाद, उनको अपने सामने से भगाने के बाद मामला ये है कि सच അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ? ഈ വീഡിയോയിലെ സംഭവം എന്താണെന്നറിയാം? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകളെ ബലാത്സംഗം ചെയ്ത കേസ് UP പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പോയതാണ്. അപ്പൊ അവിടെ കേസ് പോലും എടുക്കാതെ, അതായത് ഈ ഭാരതപുത്രന്മാരൊക്കെ വലിയ രീതിയിൽ അവകാശപ്പെടുന്നതാണ് UP ബലാത്സംഗത്തിന് വെടിവെച്ച് കൊല്ലുകയാണെന്ന്. പക്ഷെ പുത്രന്മാരോട് എനിക്ക് പറയാനുള്ള അതിലൊരു പ്രശ്നമുണ്ട്. ആളും തരവും നോക്കിയിട്ടേ ചെയ്യുള്ളൂ, മനസ്സിലായ? അവൻ്റെ ഈ ഭാരതപുത്രന്മാരായ രാജ്യസ്നേഹികളുണ്ടല്ലോ, എല്ലാവരും പറയില്ല, ചില രാജ്യസ്നേഹികളുണ്ടല്ലോ, അവർക്ക് ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ എന്തും ചെയ്യാം, അതിന് നിയമങ്ങളുണ്ട്, പോലീസ് സംരക്ഷണമുണ്ട്, എല്ലാ സംവിധാനം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8ഉം 10ഉം വയസ്സായ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ പൂമാരിയിട്ടും പൂവിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ നാട്ടിൽ കൊണ്ടുവരിക, മനസ്സിലായ? എനിക്ക് തപ്പം തന്നെ മനസ്സിലായ? ബലാത്സംഗം 8ഉം 10ഉം വയസ്സായ കുട്ടികളെ ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടിയിലുള്ള അവരുടെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? മാലയിട്ട് പൂജിച്ച് കാലിൽ പാദമെല്ലാം വെള്ളം ഒഴിച്ച് കഴുകി കുടിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. ഇതാണ് UP പോലീസ്. നാണം ഉണ്ടാറാ പോയി ചത്തുറ. എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു നാണവുമില്ലാതെ വന്നിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് വളരെയധികം സപ്പോർട്ട്. ഇതാ ഒരു പെണ്ണ് കിടന്നിട്ട് കരയുന്നത് UP അവരുടെ മകളെ റേപ്പ് ചെയ്തിട്ട് കേസ് പോലും എടുത്തിട്ടില്ല, മണിക്കൂർ കണക്കിൽ നിർത്തിയിട്ട് മെഡിക്കലിന് പോലും കൊണ്ടുപോയില്ല പറഞ്ഞിട്ട് കരഞ്ഞു പറയുന്നത്. ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾ ഹിന്ദിയിൽ കേട്ടല്ലോ, ഇനി ഞാനത് ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ടായിട്ട് മാത്രം ആ വീഡിയോ വിട്ടു കൊടുത്തുള്ളൂ, കാരണം 15 സെക്കൻഡ് മാത്രമേ വീഡിയോ ഇതിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് പെണ്ണ് പറ. ഹിന്ദി മനസ്സിലാകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹിന്ദി മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കേൾപ്പിക്കുന്നത്. വീഡിയോ ഭാഗത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ആ സ്ത്രീ പറയുന്ന മറുപടികളും താഴെ നൽകുന്നു. വീഡിയോയിലെ സംഭാഷണം. മാധ്യമപ്രവർത്തകൻ: മെഡിക്കൽ പരിശോധന കഴിഞ്ഞോ? മെഡിക്കൽ കഴിഞ്ഞതാണോ? മെഡിക്കൽ ഹുവാ ക്യാ? യുവതി: മെഡിക്കൽ ഒന്നും ചെയ്തിട്ടില്ല ഭയ്യ, ഒന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ നഹി ഹുവാ ഭയ്യ, നഹി ഹുവാ. തുടർന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നു, അവർ 4 ദിവസമായിട്ട് എന്നെയും മകളെയും സ്റ്റേഷനിൽ വെറുതെ ഇരുത്തിയിരിക്കുകയാണ്. 4 ദിവസമായി ഞങ്ങൾ അവിടെ അലയുന്നു. ഇപ്പോഴും 9 മണിക്ക് രാത്രി വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ചുരുക്കം. ആദ്യ വീഡിയോകളിൽ അവർ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് അനുകൂലമായി പോലീസ് വകുപ്പുകൾ മാറ്റിയെഴുതുക മാത്രമല്ല ചെയ്തത്. ഇത്രയും ഗുരുതരമായ ഒരു കേസായിട്ടും കുട്ടിയുടെ മെഡിക്കൽ പരിശോധന പോലും പോലീസ് നടത്തിയിട്ടില്ല എന്നാണ് ഈ ഭാഗത്ത് ആ അമ്മ വെളിപ്പെടുത്തുന്നത്. ഇത് ജെമിനിക്ക് അറിയില്ലല്ലോ, ഇത് ഭാരതത്തിലെ സ്പെഷ്യൽ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. കുട്ടികളെ അവരെ ബലാത്സംഗം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ജെമിനിക്ക് വെറുതെ അറിയോ? ഇപ്പൊ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയ മുഖ്യമന്ത്രി ഭരിക്കുന്ന നമ്മുടെ UP വെട്ടിവെച്ച് കൊല്ലുന്ന ഈ ഒരു ഭരണത്തിന്റെ താഴത്ത് ഒരു പാവപ്പെട്ട ദളിതർ കുട്ടീനെ ബലാത്സംഗം ചെയ്തപ്പോൾ കേസ് പോലും എടുത്തിട്ടില്ല. എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്ന് വളരെ ലളിതമായി കമന്റിൽ പറയാം.